ഹലോ ഗായ്സ്, ദിസ് ഇസ് മേഘ. ഞങ്ങൾ വീണ്ടും ഈ നടന്നു നീങ്ങുന്നത് പിന്നെയും ഒരു അമ്പലം വ്ലോഗിലേക്കാണ്. കാരണം എൻ്റെ കണ്ണൻ്റെ ഇന്ന് പിറന്നാളാണ്. കന്നിയിൽ ഉത്രട്ടാതി. നല്ല രസമല്ലായിരുന്നു. അത് ശരി. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഈ അമ്പലം മനസ്സിലായി കാണും. കാരണം എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത അന്ന് ഞാൻ ആകെ കൂടി 3 പാർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പൂജവെപ്പിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളത്. അതിൽ പാർട്ട് 2 വീഡിയോസും ഈ അമ്പലം റിലേറ്റഡ് ആണ്. പക്ഷെ അതിലൊന്നും എനിക്ക് അമ്പലത്തിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരു അമ്പലമാണത്. കാരണം ഞാൻ കുഞ്ഞിലേ തൊട്ട് കണ്ടു തുടങ്ങിയ ഒരു അമ്പലമാണ് ശ്രീ തൃപ്രയാർ മഹാദേവ ക്ഷേത്രം. ഈ അമ്പലം മുഴുവൻ വളരെ പച്ചപ്പും ഹരിതാവും നല്ല പീസ്ഫുൾ മൈൻഡ് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ വരാൻ. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണ്. കൂടെ അയ്യപ്പനുണ്ട്, ഗണപതിയുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്. വളരെ പഴക്കം ചേർന്നൊരു അമ്പലമാണിത്. കാരണം എൻ്റെ മുത്തച്ഛൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ല ഇതിൻ്റെ ഒരു പഴക്കം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സന്ധ്യാസമയങ്ങളിൽ അവിടെ ചെല്ലുമ്പോൾ, അത് ഏത് അമ്പലമായിക്കോട്ടെ, ഒരു സന്ധ്യാസമയത്ത് ചെല്ലുന്ന കിട്ടുമ്പോൾ ഒരു പ്രതീതി അത് വേറെ ഒന്നല്ലേ. നമുക്ക് രാവിലെ കിട്ടുന്നതിനേക്കാളും വളരെ ഒരു പീസ്ഫുൾ മൈൻഡും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ സന്ധ്യാസമയമാണ്. അവിടെ കാണാൻ അതിമനോഹരമാണ്. അവിടെ നമ്മുടെ ഈ അമ്പലത്തിൻ്റെ പുറകിലും മുമ്പിലായിട്ട് വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു. ഇപ്പുറകിലുള്ളതാണ് ഞാൻ നിങ്ങളിപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ മുമ്പിലുണ്ടായിരുന്ന ഒരു ആൽമരം 2018 വെള്ളപ്പൊക്കത്തിന് വേരോടെ മറിഞ്ഞുപോയി. നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിരുന്നു ആ ഒരു ആൽമരം എന്ന് പറയുന്നത്. അത്ര വലിയൊരു മരവും ഭയങ്കര തണലും കിട്ടുന്നൊരു സ്ഥലമായിരുന്നു അത് ആ വെള്ളപ്പൊക്കത്തിന് അതേ അങ്ങോട്ട് ഒലിച്ചു പോയത്. അത് ഭയങ്കര ഒരു നഷ്ടമായിപ്പോയി ഞങ്ങൾക്ക്. അതിന് പകരം ഇപ്പോൾ ഒരു ആൽമരം വെച്ചിട്ടുണ്ട്. അത് വളർന്നു വരുന്നേ ഉള്ളൂ. പണ്ട് എനിക്ക് കിട്ടിയ വൈബൊക്കെ അവനും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനവിടെ മൊത്തം നടത്തിച്ചു. ഉള്ള കാട്ടിലും ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ ഓടി നടത്തിപ്പിച്ചു അവനെ കൊണ്ട്. അവനത് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്താ കണ്ടില്ലേ? പൂച്ച വന്ന് കൃഷ്ണനെ പാറ്റിക്കാൻ പോവാന്ന്. അതിൻ്റെ ഇടയ്ക്ക് അവനൊരു പൂച്ചേനെ കണ്ടു. ആ പൂച്ച നടയിലോട്ട് കയറി പോകുന്നത് കണ്ടിട്ട് അതിനെപ്പറ്റി എന്തൊക്കെയോ പറഞ്ഞു നടക്കുകയാണ് അമ്മുമ്മയും മോനും കൂടി. ഇത് ഞാൻ അവനെ കൊണ്ട് ചെറുതായിട്ടൊരു പ്രഹസനം നടത്തിച്ചാൽ കൂടെ കുറച്ച് പായസവും കിട്ടി. ഞങ്ങൾ ഹാപ്പിയായി.